ഇന്നത്തെ ഉച്ചഭക്ഷണം തവിടുള്ള ചോറ് തന്നെയാണ്. പച്ചരിയാവണമെന്നില്ല, പുഴുക്കലരിയാണോയെന്ന് സംശയമുണ്ട്. എന്തായാലും വാങ്ങിച്ച ഇന്നാൾ നമ്മൾ പറഞ്ഞ പൂങ്ങാർ റൈസ് ആണ് ഇത്. കൂട്ടാനായിട്ട് നമുക്ക് അവിയലുണ്ട്, ഇത്തിരി ചെറുപയർ വേവിച്ച തോരനുണ്ട്, ഈ ഇലത്തോരൻ, സാമ്പാർ ചീര കൊണ്ടുള്ളൊരു തോരൻ, പുളിശ്ശേരി, കഞ്ഞിവെള്ളം. ഇതാണ് ഇന്നത്തെ നമ്മുടെ ഉച്ചഭക്ഷണം. ഇത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാം. പയറെടുക്കുന്നു, അവിയലെടുത്തു, ചീരത്തോരൻ, ഇപ്പം പുളിശ്ശേരിയും കൂടി ചേർത്തൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളി. ഇതുമായിട്ട് നമ്മൾ സ്ഥിരം രീതിയിൽ കഴിച്ചാൽ ഒരു നേരത്തെ ഭക്ഷണമായിട്ടേ കഴിക്കാവൂ. വൈകുന്നേരം നമ്മൾ പഴങ്ങളാക്കുക, അസുഖങ്ങളൊന്നും കൂടുതൽ ബാധിക്കത്തില്ല. ഒരു സലാഡും കൂടെ ഉൾപ്പെടുത്തേണ്ടതായിരുന്നു, അത് ഉണ്ടാക്കാൻ സമയം കിട്ടിയില്ല. മനുഷ്യർ ഇപ്പോൾ ഈ മാംസഭുക്ക് ജീവിതത്തിൽ നിന്നും ഒരു സസ്യഭുക്ക് ജീവിതത്തിലേക്കുള്ള ഒരു പ്രയാണത്തിലാണ്. അത് 90% മാംസഭുക്ക് രീതിയിലാണ് കഴിക്കുന്നത്. അതനുസരിച്ച് അവർക്ക് രോഗങ്ങളും അസുഖങ്ങളും വർദ്ധിക്കുകയും ഒരു സസ്യഭുക്ക് രീതിയിലേക്കും നമ്മൾ മാറിയില്ലെങ്കിൽ അത് നമ്മുടെ ഒരു ദുരന്തത്തിൽ ആയുസ് കുറഞ്ഞ് ഒരു പരാജയത്തിലേക്ക് പോകാനുമാണ് ചാൻസ് ഉള്ളത്. അങ്ങനെ ഒരു പരിണാമ ശ്രേണിയിലാണ് പെട്ട് നിൽക്കുകയാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സസ്യഭുക്കിലേക്ക് മാറുകയാണ് വേണ്ടത്. എല്ലാം ഒറ്റയടിക്ക് വേണമെന്നല്ല, കുറേശ്ശെ മാറി മാറി വരും എന്നാണൊരു നിരീക്ഷണം. ശാസ്ത്രത്തെ നമ്മൾ ബഹുമാനിക്കണം എപ്പോഴും. ഓക്കെ, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് നാളെ കാണാം. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം.